ധൈര്യമുള്ള പാപ്പിലോണിൽ ഞാനുണ്ട്. നിങ്ങൾ എന്നെ വന്ന് കാണണം. ഓക്കെ, എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, ആരെന്ത് പറഞ്ഞാലും എനിക്കത് വലിയ കാര്യം തന്നെയാണ്. ഇവിടെ ഞാനിവിടെ ദുബായിൽ വന്നത് പാപ്പിലോൺ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് ആൻഡ് ബാർ, അതിന്റെ പ്രമോഷന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ രേണു സുധി ഈ ബിഗ് ബോസ് 7 നിങ്ങൾ കണ്ടു കാണും. എനിക്ക് കുട്ടികളെ കാണണം, വീട്ടിൽ പോകണം, എനിക്ക് ഇവിടെ നിൽക്കാൻ വേണ്ടി പറ്റുന്നില്ല, എനിക്ക് മക്കളെ ഇങ്ങനെ പിരിഞ്ഞിരിക്കാൻ വേണ്ടി സാധിക്കില്ല, എനിക്ക് ഒരു മാസമെങ്കിലും എൻ്റെ കുട്ടികളോടൊപ്പം കഴിയാൻ വേണ്ടി ബിഗ് ബോസ് എന്നെ തുറന്നു വിടൂ എന്ന് പറഞ്ഞുകൊണ്ട് ആക്രോശിച്ച് അവിടെ കിടന്ന് നിലവിളിച്ച് അട്ടഹാസം മുഴക്കി അവസാനം ഗത്യന്തരമില്ലാത്ത രീതിയിൽ ലാലേട്ടൻ ആദ്യം വാണിംഗ് കൊടുക്കുന്നു, രണ്ടാമത്തെ വാണിംഗ് കൊടുക്കുന്നു, മൂന്നാമത് പറഞ്ഞു നിങ്ങൾക്ക് അത്രയും പ്രയാസമാണ്, ഇനി വീട്ടിൽ പോകണമെന്നാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കൂടെ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ കൂട്ടിക്കൊണ്ടുപോയ ആളാണ് നമ്മുടെ രേണു സുധി. അതിലാർക്കും തർക്കമുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനുശേഷം വീട്ടിൽ പോയതിനു ശേഷം ഏകദേശം ഒരാഴ്ച പോലും തികയുന്നതിന് മുന്നേ നമ്മുടെ രേണു സുധി ഇപ്പോൾ ദുബായ് ബാറിലേക്ക് ഡാൻസ് കളിക്കാൻ വേണ്ടി പോയിരിക്കുകയാണ് എന്നുള്ളതാണ്. കുട്ടികളുടെ ഒപ്പം താമസിക്കാനും ഫാമിലിയൊപ്പം സമയം ചെലവഴിക്കാനും ഒന്നും തന്നെ നമ്മുടെ രേണു സുധിക്ക് സമയമില്ല. അതിലും ബിസി ടൂറുകളാണ്. അതിനുശേഷം ഷൂട്ടിങ്ങും ലൊക്കേഷനുകളും എല്ലാമായിട്ട് ഇങ്ങനെ പറന്നു നടക്കുന്ന രേണു സുധിയാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇവിടെ വെച്ച് ബിഗ് ബോസിനകത്ത് ഒരു 10-20 ദിവസം കൂടി നിന്നാൽ കിട്ടുന്ന അതേ പൈസ തന്നെയാണ് നമുക്ക് വേറെ പ്രൊമോഷനും വർക്കുകളും കാര്യങ്ങൾക്കും എല്ലാം പോയാൽ കിട്ടുന്നത് എന്നുള്ളത്. എന്താണ് ഇതിലുള്ള വ്യത്യാസമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവർക്ക് ഫാമിലിയെ പിരിഞ്ഞു കിടക്കുന്ന വിഷമമായിരിക്കുമെന്ന് യഥാർത്ഥത്തിൽ കേരളത്തിൽ അവരെ കാണുന്ന ഒരുപാട് പ്രേക്ഷകർ ചിന്തിച്ചു കാണും. അത്തരം പ്രശ്നങ്ങളിലാണ് തീർച്ചയായിട്ടും അവർ മാനസികമായിട്ട്, ഒരു ഭർത്താവ് മരിച്ച സ്ത്രീയാണ്, അതുകൊണ്ട് തന്നെ മാനസികമായി കുറച്ച് വിഷമതകളും അതുപോലെ തന്നെ സങ്കടങ്ങളും എല്ലാം അനുഭവിക്കുന്ന ഒരു കൂട്ടത്തിലാണ് രേണു സുധി എന്ന് കരുതി ഒരുപാട് പേർ അവർ പുറത്തു പോയപ്പോൾ സങ്കടപ്പെടുന്നതും അതിൻ്റെ താഴെ വരുന്ന കമൻറ്റുകളെല്ലാം നമ്മൾ വായിക്കുകയും ചെയ്തിരുന്നു. പക്ഷെ അതൊന്നുമല്ല സത്യം. രേണു സുധി ഫാമിലിയോടൊപ്പം താമസിക്കാൻ വേണ്ടി പോയിട്ട് ഒരു ദിവസം പോലും ശരിക്കും വീട്ടിൽ നിൽക്കാൻ വേണ്ടി രേണു സുധിക്ക് സാധിച്ചില്ല. അത്രക്കും ബിസി ടൈം ടേബിൾ ആയിരുന്നു. അവിടെ നിന്ന് നേരെ ദുബായ് ബാറിലോട്ടാണ് പോയത് എന്നുള്ളതാണ്. അവിടെ ബാറിൽ പോയിട്ടുള്ള ഒരു ബാർ ഡാൻസും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ചിത്രങ്ങളുമെല്ലാം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്. ആ ബാർ ഡാൻസാണ് നിങ്ങൾ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ നിങ്ങൾ കണ്ടത്. പക്ഷേ ബാർ ഡാൻസ് കളിക്കുന്നതിനൊന്നും നമ്മൾ എതിരല്ല. പക്ഷേ അത്തരം പ്രൊമോഷൻസ് വർക്കുകളും കാര്യങ്ങളുമായിട്ട് പോയാൽ കിട്ടുന്ന അതിനേക്കാട്ടിലും കൂടുതൽ മൂല്യവും പണവും അതുപോലെ തന്നെ അംഗീകാരവും എല്ലാം ബിഗ് ബോസിനകത്ത് നിന്നാൽ നമ്മുടെ രേണു സുധിക്ക് കിട്ടുമായിരുന്നു. പക്ഷേ അതൊന്നും വേണ്ട എന്ന് വെച്ചുകൊണ്ട് രേണു സുധി പുറത്തേക്ക് പോയപ്പോൾ പറഞ്ഞ വാക്കുകൾ തീർച്ചയായിട്ടും അത് കള്ളത്തരമായിരുന്നു എന്ന് ഇപ്പോൾ ഇതിൽ കൂടി വ്യക്തമാവുകയാണ്. പക്ഷേ ഇത്തരം വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുന്നവരോടും ഇത്തരം വീഡിയോനെ കുറിച്ചുമെല്ലാം രേണു സുധിക്ക് അവരുടേതായ ചില അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. നമുക്കതുകൂടി കേൾക്കാം. നമസ്കാരം, രേണു സുധി വീണ്ടും വന്നു കേട്ടോ. എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ കാര്യമാണ് ഞാൻ ദുബായിൽ വന്നെന്നുള്ളത്. കാരണം ഒരു പാപ്പിലോണിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ടാണ് എന്നെ ഇവർ കൊണ്ടുവന്നത്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതുകൊണ്ട് എന്താ പറയുക, എപ്പോഴൊക്കെ ദുബായിൽ പോകുന്നവർക്കും അല്ലെങ്കിൽ ബഹ്റിനിലും അവിടെയൊക്കെ, അതായത് വിദേശങ്ങളിലൊക്കെ എപ്പോഴും പോകുന്നവർക്ക് ചിലപ്പോൾ അത് നിസ്സാരമായിട്ട് തോന്നും. പക്ഷെ എനിക്കങ്ങനല്ല. എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ ആഗ്രഹമാണ്, നിമിഷമാണ് അത്. എനിക്ക് വലിയ കാര്യം തന്നെയാണ് എൻ്റെ ലൈഫിൽ. സോ ഐ എം ഹാപ്പി. ഞാനിവിടെ പാപ്പിലോണിലുണ്ട്. അപ്പം എന്നെ സ്നേഹിക്കുന്നവർ ഇനിയും വരിക. ഞാൻ 10-ാം തീയതി വരെ ഇവിടെ കാണും നമ്മുടെ പാപ്പിലോണിൽ. ഓക്കെ, ധൈര്യമുള്ള പാപ്പിലോണിൽ ഞാനുണ്ട്. നിങ്ങൾ എന്നെ വന്ന് കാണണം. ഓക്കെ, എൻ്റെ ലൈഫിലെ ഏറ്റവും വലിയ കാര്യം തന്നെയാണ്. ഞാൻ വീണ്ടും വീണ്ടും പറയാണ്, ആരെന്ത് പറഞ്ഞാലും എനിക്കത് വലിയ കാര്യം തന്നെയാണ്. ഇവിടെ ഞാനിവിടെ ദുബായിൽ വന്നത് പാപ്പിലോൺ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് ആൻഡ് ബാർ, അതിന്റെ പ്രമോഷന് വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. എൻ്റെ ഫസ്റ്റ് ഇന്റർനാഷണൽ ട്രിപ്പാണിത്. സോ ഞാൻ പ്രൗഡാണ്. ഞാനൊരു കലാകാരി എന്ന നിലയിൽ, അല്ലെങ്കിൽ എനിക്ക് പ്രമോഷന് എന്നെ വിളിച്ച് ചെയ്യണത് ഫാമിലി ഓഡിയൻസും എല്ലാവരും ഉള്ളപ്പോഴാണ് ഞാൻ ഡാൻസ് ചെയ്തത്. മനസ്സിലായോ? അതിന് ബാർ ഡാൻസ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ കുറേ, ഞാൻ കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ കുറേ അവിടെ വിവാദങ്ങൾ പൊട്ടി പുറപ്പെടുന്ന ഞാൻ പറഞ്ഞിട്ടില്ല, ഞാനിതൊന്നും കാണാറില്ല. ഒരുപാട് പേര് എന്നോട് പറഞ്ഞു. എനിക്കതിനകത്തൊന്നും ഒരു വിഷയമില്ല. കാരണം റീച്ച് ഇല്ലാത്ത കുറെ എണ്ണം ഇറങ്ങിയിട്ട്, വ്ളോഗേഴ്സ് ഇറങ്ങിയിട്ട് എനിക്കെതിരെ അങ്ങ് തട്ടും. രേണു സുധിയാണല്ലോ റീച്ചില്ല ആള്, തട്ടിക്കോട്ടെ, എനിക്കൊരു വിഷയമില്ല. ഞാനിവിടെ വന്നത് പാപ്പിലോൺ റെസ്റ്റോറൻറ്റ് ആൻഡ് ബാറിന്റെ പ്രമോഷന് വേണ്ടിയിട്ടാണ് വന്നത്. രേണു സുധി അത് ഭംഗിയായിട്ട് ചെയ്യുന്നു. ഡാൻസ് കളിക്കുന്ന അത്ര തെറ്റൊന്നുമല്ല. രേണു സുധി പറഞ്ഞ നിങ്ങൾ കേട്ട് കാണും. ഒരു പണിയുമില്ലാതെ റീച്ചില്ലാത്ത ചില ആൾക്കാർ, അത് ബ്ലോഗർമാർ, അവർ വീഡിയോ എടുത്ത് ഇങ്ങനെ റിയാക്ട് ചെയ്യുകയാണ്. ഇതിനെ കുറ്റം പറയുന്നുണ്ട്, അതിനെ കുറ്റം പറയുന്നുണ്ട് എന്ന് പറയുകയാണ്. രേണു സുധി പറയുകയാണ്, ഞാനൊരു കലാകാരിയാണ്, സ്വയം അങ്ങോട്ട് വിശേഷിപ്പിക്കുകയാണ്. രേണു സുധി ഒരു കലാകാരിയാണ്,
എനിക്ക് ഇത്തരം അവസരങ്ങൾ ഒരു പ്രൗഡ് മൂവ്മെൻ്റ് ആണ് എന്നാണ് നമ്മുടെ രേണു സുധി പറയുന്നത്. അത് ബാറിൽ ഒരു ബാർ ഡാൻസ് കളിക്കാൻ വേണ്ടി പോയിട്ട് പ്രൊമോഷൻ വർക്കുമായിട്ടാണ് പോയത്. ആദ്യം ഇനോഗ്രേഷൻ എന്ന് പറഞ്ഞ് പക്ഷേ തെറ്റിപ്പോയതാണ്. ഒരു പ്രൊമോഷൻ വർക്കാണ്. ശരിക്കും അവർ രേണു സുധിയെ അവിടെ ഉപയോഗപ്പെടുത്തുകയായിരുന്നു എന്നുള്ളതാണ്. ആ ബാറിൽ അതിൻ്റെ ഒരു പ്രൊമോഷൻ വർക്ക് തന്നെയാണ്. ആ ബാർ ശരിക്കും അവരെ മുതലെടുപ്പ് നടത്തി. കാരണം ഇവർ വെച്ചാൽ കുറച്ച് ആളുകൾ കൂടുമെന്നും കുറച്ച് ചിരിക്കാനുള്ള വകയുണ്ടാകുമെന്നെല്ലാം അറിയുന്നത് കൊണ്ട് തന്നെയായിരിക്കും ആ ബാറുകാർ തീർച്ചയായിട്ടും ഇവരെ അങ്ങോട്ട് ടിക്കറ്റ് എടുത്തുകൊണ്ട് കൊണ്ടുപോയത്. തീർച്ചയായിട്ടും അത് അവർ മുതലാക്കുകയും ചെയ്തു എന്നുള്ളതാണ് സത്യം. രേണു സുധി പറയുന്നുണ്ട്, ഞാനൊരു കലാകാരി എന്ന നിലയ്ക്ക് പ്രൗഡാണ് എന്ന്. കലാകാരിമാർ കലാകാരികളെല്ലാം തന്നെ ബാർ ഡാൻസ് കളിച്ചിട്ടാണോ അവരുടെ മൂല്യം തെളിയിക്കേണ്ടത് എന്നുള്ളത് വ്യത്യസ്തമായ ഒരു അഭിപ്രായമുള്ള ആൾക്കാർ ഒരുപാട് ഈ കേരളത്തിൽ തന്നെ ഉണ്ടാകും. കാരണം രേണു സുധിയുടെ കലാരൂപത്തോട് ഒരു പ്രത്യേക കലാരൂപമാണ് രേണു സുധി അവതരിപ്പിക്കുന്നത്. അവരുടെ ഡാൻസ് ആയാലും അതൊരു സിനിമാറ്റിക് ഡാൻസ് ആണോ, ഇനി കുച്ചിപ്പുടിയാണോ, ഇനി മോഹിനിയാട്ടമാണോ എന്നൊക്കെ വേർതിരിച്ച് മനസ്സിലാക്കാൻ കുറച്ച് പാടുപെടും. അത്തരം ഡാൻസുകളാണ് അവിടെ നമ്മുടെ രേണു സുധി ആടിയത്. അതിനെ കലാരൂപം എന്ന രീതിയിലാണ് രേണു സുധിയെ വിശേഷിപ്പിക്കുന്നത്. എന്തോ തീർച്ചയായിട്ടും നമുക്ക് അങ്ങനെ വിചാരിക്കാം. രേണു സുധി അങ്ങനെ പറഞ്ഞത് കൊണ്ട് അത്തരം ഒരു കലാരൂപത്തിൽപ്പെട്ട ഒരു കലാരൂപമാണ് അവതരിപ്പിച്ചത് എന്നാണ് പറയുന്നത്. ഇതുകൊണ്ടൊക്കെ രേണു സുധിക്ക് അവസാനമായി ആത്യന്തികമായി സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾ നാശത്തിലേക്കുള്ള പോക്കാണ് എന്നാണ് എനിക്ക് വിനീതമായിട്ട് നിങ്ങളോട് പറയാനുള്ളത്. കാരണം ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നതോടുകൂടി നിങ്ങൾക്ക് ഫാമിലി സപ്പോർട്ടേഴ്സിന് ആരെങ്കിലും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ ഫാൻസ് പോലും അല്ലെങ്കിൽ ആ സ്നേഹിക്കുന്ന ആൾക്കാർ പോലും നിങ്ങളെ വെറുക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത്തരം ബാർ ഡാൻസുകളും ഇത്തരം പോപ്പുലാരിറ്റി കിട്ടുന്ന മറ്റ് പരിപാടികൾക്കും പകരം നിങ്ങൾക്ക് ഒരുപാട് മേഖലകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. നിങ്ങളൊരു യൂട്യൂബറാണ്, നിങ്ങൾക്കതിൽ വീഡിയോ ഇടാം, നിങ്ങൾക്ക് ബ്ലോഗ് ചെയ്യാം, നിങ്ങൾക്ക് സിനിമ ചെയ്യാം, നിങ്ങൾക്ക് സീരിയൽ ചെയ്യാം. അത്ര ഒരുപാട് സാധ്യതകൾ നിങ്ങൾ മുന്നിൽ നിൽക്കുമ്പോൾ ഇത്തരം കാര്യങ്ങളിലേക്ക് നിങ്ങൾ പോകുമ്പോൾ അതൊരു വല്ലാത്തൊരു പോക്കാണ് എന്നുള്ളതാണ്. അതൊരു നാശത്തിൻ്റെ വക്കിലേക്കുള്ള പോക്കാണ്. തീർച്ചയായിട്ടും അത്തരം കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ച് ജീവിതത്തിലേക്ക് വരുമ്പോൾ ചില ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം നിങ്ങൾ നേരിടും. അതുപോലെ തന്നെ ഇത്തരം റിയാക്ടിങ്ങുകളെല്ലാം ചെയ്യുന്ന സമയത്ത് നിങ്ങളങ്ങനെ പ്രകോപിതരായിട്ട് യാതൊരു കാര്യവുമില്ല. അത് പ്രകോപനത്തിൻ്റെ ഭാഷ എന്ന് പറഞ്ഞാൽ ഞങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ ഈ രേണു സുധിയെ അല്ല, ഞങ്ങൾ സുധി എന്ന് പറയുന്ന മനുഷ്യനോടുള്ള ഇഷ്ടം കൊണ്ടാണ്. തീർച്ചയായിട്ടും രേണു സുധിയെ ഈ കേരളക്കരയിൽ ആർക്കും തന്നെ ഒരു അറിവുമില്ലാത്തൊരു വ്യക്തിയായിരുന്നു, ഒരു അഡ്രസ്സ് പോലും ഇല്ലാത്തൊരു വ്യക്തിയായിരുന്നു എന്നുള്ളതാണ് സത്യം. ഈ സുധിയുടെ ഭാര്യ ആയതുകൊണ്ട് മാത്രമാണ് രേണു സുധി എന്ന് പറയുന്ന ആളെ കേരളക്കര അറിയപ്പെട്ടത്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ റിയാക്ട് ചെയ്യുന്നതും. അതുപോലെ തന്നെ നമ്മൾ സുധിച്ചേട്ടൻ്റെ മോനുമായിട്ട് ബന്ധപ്പെട്ട കിച്ചുമായിട്ടുള്ള ബന്ധപ്പെട്ട പ്രശ്നങ്ങളെല്ലാം തന്നെ കേരളക്കര ശ്രദ്ധിക്കുന്നത് അത് നമ്മുടെ സുധി കൊല്ലം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ പേരിലാണ്. ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ കഴിവ് കൊണ്ടും പ്രയത്നം കൊണ്ടും എല്ലാം നേടിയെടുത്തതാണ് അദ്ദേഹത്തിൻ്റെ സുധി കൊല്ലം എന്ന് പറയുന്ന ആ പേരും ആ പ്ലാറ്റ്ഫോമും എല്ലാം. ആ ഒരൊറ്റ പേര് വെച്ചുകൊണ്ട്, ആ ഒരു ഇനീഷ്യൽ വെച്ചുകൊണ്ട്, ആ ഒരു ഗുഡ് വിൽ വെച്ചുകൊണ്ടാണ് നിങ്ങളും ഈ കേരളക്കര അറിയപ്പെട്ടതും. ആ അറിയപ്പെടലിനെ മറ്റുള്ളവർ ചൂഷണം ചെയ്യുന്നു, അതിന് നിങ്ങൾ നിന്ന് കൊടുക്കുന്ന ഒരു കഥാപാത്രമായിട്ട് എന്നുള്ളതാണ് ശരിക്കുമുള്ള സത്യം. ഇത്തരം കാര്യങ്ങളിൽ നിങ്ങൾ പോയി പങ്കെടുക്കുന്നത് കൊണ്ട് നിങ്ങളുടെ അല്ലെങ്കിൽ ക്വാളിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വില ഇടിഞ്ഞ് താഴോട്ട് പോവുക എന്നല്ലാതെ യാതൊരു കാരണവശാലും നിങ്ങൾ പറയുന്ന പോലെ പ്രൗഡ് മൂവ്മെൻറ്റോ നിങ്ങൾക്കതൊരു വലിയ ഒരു മെച്ചമായിട്ട് ഒരിക്കലും മാറാൻ സാധ്യത കുറവാണ് എന്ന് മാത്രമാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഇത്തരം വാർത്തകളെക്കുറിച്ച് ഒരുപാട് പേർ റിയാക്ട് ചെയ്യുന്നുണ്ട്. അതിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു റിയാക്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ജോലിക്കാണോ പോയേക്കുന്നേ? അല്ല, ഞാൻ കണ്ടിരുന്നു ഇവിടെ ബാറിൽ ഡാൻസ് കളിക്കുന്നൊക്കെ. രേണു റീസെന്റ് ഇപ്പോ ദുബായിലൊക്കെ പോയല്ലോ. ഈ ബിഗ് ബോസ് ഒക്കെ കിട്ടിയ കാരണമാണോ രേണുവിന് അങ്ങനെ അവസരങ്ങൾ കിട്ടിയത്? ഈ ദുബായി പോകുന്ന ഒരു അവസരമല്ല. ഞാൻ എന്റെ 20ാമത്തെ വയസ്സ് മുതൽ പ്രവാസിയാണ്. അപ്പോ ഈ ദുബായി പോവുക എന്ന് വെച്ചാൽ അത് വലിയൊരു സംഭവമൊന്നുമല്ല. അത് ആർക്ക് വേണേലും പോകാമല്ലോ. അതിപ്പോ ബിഗ് ബോസിൽ പോകണം അങ്ങനൊന്നും ഇല്ല. ടിക്കറ്റ് ഒക്കെ എടുക്കാൻ പൈസയുണ്ട്, വിസിറ്റ് വിസയുണ്ട്, എങ്കിൽ ആർക്കും പോകാം. ബിഗ് ബോസിൽ കേറുന്നതിന്റെ മുന്നേ രേണുവിന് അങ്ങനെ ആരും കൊണ്ടുപോയിട്ടില്ല ദുബായിലേക്കൊന്നും. ഒരു വിസ എടുത്ത് അല്ലെങ്കിൽ ഒരു ജോലി എന്നുള്ള രീതിയിലൊന്നും ആരും കൊണ്ടുപോയിട്ടില്ല. ഇപ്പൊ ജോലിക്കാണോ പോയേക്കുന്നേ? സുധി ബിഗ് ബോസിൽ പോയ സമയത്ത് നമ്മുടെ അറാട്ടണ്ണനായിട്ടും മറ്റൊക്കെ റീൽസൊക്കെ ചെയ്ത് വളരെ ഫേമസ് ആയ ഒരു വ്യക്തിയാണ്. ഇത് അവർ പറയുന്ന അഭിപ്രായം പോലും നിങ്ങൾ കേട്ടു കാണും. ദുബായി പോവുക എന്ന് പറഞ്ഞത് വലിയൊരു സംഭവമൊന്നുമല്ല എന്നാണ് അവർ പറയുന്നത്. അത് തന്നെയാണ് ദുബായിൽ ഒരു വിസിറ്റിംഗ് വിസയും അതുപോലെ തന്നെ ടിക്കറ്റിന് ക്യാഷുമുണ്ടെങ്കിൽ ആർക്കും ദുബായിൽ പോകാം. അതൊരു വലിയൊരു സംഭവമായിട്ടൊന്നും പറയാൻ മാത്രമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ രേണു സുധി അതൊരു വലിയ സംഭവമായിട്ടാണ് കരുതുന്നത്. ജീവിതത്തിൽ ഏറ്റവും വലിയൊരു സംഭവമാണ് എന്നാണ് പറയുന്നത്. ചിലപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ ചില ആൾക്കാർക്ക് അങ്ങനെയാണ്. ചില ആൾക്കാർ പുറത്തൊക്കെ പോകാത്ത ആൾക്കാർക്ക് ഫസ്റ്റ് യാത്ര അല്ലെങ്കിൽ വിദേശ യാത്ര വിമാനത്തിൽ കയറുക എന്നൊക്കെ പറയുമ്പോൾ വലിയ സംഭവമായിട്ട് തോന്നാം. അങ്ങനെ തോന്നിയതാണ് എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. തീർച്ചയായും നല്ലൊരു വീഡിയോയുമായി വരുന്നത് വരെ നന്ദി, നമസ്കാരം.